ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മക്രോണിയും മുട്ടയും ഉപയോഗിച്ചുകൊണ്ട് ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം നമുക്കൊന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് മക്രോണിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3-4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മക്രോണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് മക്രോണി ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഈ മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് മക്രോണി ഒന്ന് ഊറ്റി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില എന്നിവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള എളുപ്പത്തിൽ വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്തായാലും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൽ കുറച്ചൊരു കുറവുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി എന്നിവയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മസാലപ്പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടണം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിൻ്റെ മുകളിലേക്ക് തടവി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഈ മുട്ടയൊന്ന് ചീകിയെടുക്കുക. ഈ മുട്ടയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 3 സ്പൂണ് ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന മക്രോണിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്യുക. ഇനറ വേൾഡ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.